പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വിശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് എടുത്തിട്ട് ഐതിമോനിക്ക് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പം ഞാൻ അത് കുറേ മാസങ്ങൾക്ക് ശേഷം ബസ്സിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പം അന്ന് നമ്മൾ ബസ്സിൽ പോകാൻ വിചാരിച്ചിട്ട് നമുക്ക് ഇലക്ഷനൊക്കെ ആയ കാരണം ബസ്സിൽ പോകാൻ പറ്റിയില്ല. അപ്പം ഇന്ന് നമ്മൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ബസ് കാത്ത് നിൽക്കണം, നല്ല അടിപൊളി മഴയാണ് കേട്ടോ. മഴ ഒന്ന് തോർന്നിട്ടുണ്ട്, എന്നാലും റോഡൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളവിടുന്ന് ബസ് കയറിയിട്ട് ഇപ്പോൾ ഇതാ കുന്നംകുളത്ത് വേറൊരു ബസ് കയറി ഇരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ കയറിയിട്ട് വേണം നമുക്ക് അവിടെ പോവാൻ. അപ്പോൾ ഇതാ ഈ ബസ് ഫുള്ള് കാലിയാണ്, സീറ്റ് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാണ്ട് വീഡിയോ എടുത്ത് വരണേ കണ്ടപ്പോൾ ശരി ഇപ്പം മുണ്ടെല്ലാം എടുത്തേക്കണം. എനിക്കൊരു ചമ്മല് എന്താ കണ്ണുമോറ് വേർത്തേക്കണേ, പനിക്കണ്ടാ കണ്ണുമോറൊക്കെ എന്താ വേർത്തേക്കണ പഠിച്ചോനെ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നേരം ഫിലിം കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ തല്ലുമാല ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പിള്ളേരൊക്കെ ഷീനുവിൻ്റെ മാമിമാരെ പിള്ളേരാണ് കേട്ടോ. നമ്മളൊരു മുന്നത്തെ വീഡിയോ ഇവർ നമ്മളെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരണമൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പാടത്തേക്കൊക്കെ പോയ വീഡിയോ അല്ലേ അതിലിട്ടാം. പിന്നെ ഞാൻ കുറച്ച് നേരം ഷിനുവിൻ്റെ കല്യാണ ആൽബം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് കണ്ടു. ഇത് കൊടുന്ന ടൈമിൽ അപ്പോൾ ഒരു റൗണ്ട് കണ്ടിട്ടുള്ളതാണ്, പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ കോലവും അപ്പോഴത്തെ കോലവും എങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇതാ നിൽക്കണ് ഞാൻ, വലിയ കുഴപ്പമൊന്നുമില്ല. അന്ന് തടി നല്ല കുറവായിരുന്നു, ഇന്ന് കുറച്ച് തടിച്ചിട്ടുണ്ട്, അത്ര വ്യത്യാസമുള്ളൂ. നല്ല അടിച്ച് പൊളിച്ചൊരു കല്യാണമായിരുന്നു കേട്ടോ. കൊറോണ ടൈമിലിരുന്നു കല്യാണം, എന്നാലും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആൾ കുറവായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരും വിളിക്കാൻ പറ്റില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല അടിച്ചു പൊളിച്ചൊരു കല്യാണമായിരുന്നു കേട്ടോ. ഇവളുടെ ഇന്ത്യൻ കല്യാണം കൊറോണ ടൈമിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അധികം ആൾക്കാരൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് പേരെ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നടത്തിയ കല്യാണമായിരുന്നു കേട്ടോ. എന്നാലും രസമായിരുന്നു. പിന്നെ നമ്മൾ ഐതിമോനിക്ക് കിട്ടിയ ഡ്രസ്സ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ഇത് ഇന്ന് വാങ്ങിയിട്ടുള്ളതല്ല കേട്ടോ, അത് കുറച്ച് മുന്നേ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നാണ് സൗകര്യം കിട്ടിയത്. ഐശുവിന് സ്കൂളൊക്കെ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അങ്ങനെ കൊണ്ടുകൊടുക്കാൻ വന്നതാണ്. അപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെ തകൃതിയായിട്ട് ബിരിയാണി പണി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ ഇതാ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് ബീച്ചിലേക്ക് വരുന്നുണ്ടോ, ഇപ്പോൾ ഫോട്ടോ എടുത്തുതരാം, ബീച്ചിലേക്ക് വരുന്നുണ്ടോ ചോദിച്ച്. ഫോട്ടോ എന്ന് കേട്ടാൽ വീണ ഞാനായ കാരണം കൊണ്ട് ഞാൻ ചാടിത്തുള്ളി ഫസ്റ്റ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്, കെട്ടി ഒരുങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് കാറിൽ പോകാമെന്നാണ്. പിന്നെ ഓർത്ത് ജീപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നിൽ നിന്നൊക്കെ കുറച്ച് പട്ടി ഷോ കാണിച്ചിട്ട് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് നോക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഫുള്ള് വെള്ളം. അത് കാരണം വണ്ടി ഞങ്ങളിവിടേക്ക് വിട്ടില്ല, അവിടെ നിർത്തേണ്ടി വന്ന്. അപ്പോൾ അങ്ങനെ പെട്ടുപോയി. എന്നാലും കുഴപ്പമില്ല, ഉള്ളത് മതിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഒരാളിതാ ഇവിടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ഇരിക്കാൻ എവിടെ സീറ്റ് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ജീവിയാണ് കേട്ടത് എൻ്റെ ഉമ്മ. അങ്ങനെ പിള്ളേരൊക്കെ അത് ഈ വെള്ളം കണ്ടിട്ട് അതിലേക്ക് ഇറങ്ങണോ അതോ ചാടണോ അതോ ഇനി കുളിക്കണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോൾ ഇൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്തുതരാൻ പറഞ്ഞിട്ട് ഇന്നെ കൊടുന്നിട്ട് ഇവരിവിടെ കാണിക്കണ പട്ടി ഷോ കണ്ടില്ലേ ഗൈസ്, എന്താ ചെയ്യാം. അപ്പം ഞാൻ ചോദിച്ചു ഇതിപ്പോൾ ഇൻ്റെ എടുക്കാനാ വന്നത് അത് നിങ്ങളെടുക്കാനാ വന്നത് ചോദിക്കുമ്പോൾ അവൻ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് വീഡിയോ ഷൂട്ടും കഴിഞ്ഞ് ഇതാ ഞങ്ങളിവിടെ ഇങ്ങനെ സ്ഥാനം ഉറപ്പിച്ച് കുറച്ച് നേരം ഇരിക്കാച്ചിട്ട്. അധികം വെയിലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഉച്ചക്ക വന്നിക്കണെച്ചെങ്കിലും വെയിലൊന്നുമില്ല, നല്ല മഴക്കാറ് മൂടി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത വീഡിയോസൊക്കെ ഷോർട്ടാക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി കാണണം കേട്ടോ. നമ്മളെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴേക്കും ഗായ്സ് ഇതാ പൊരിഞ്ഞ മഴ. അപ്പോൾ കുറേ നേരമൊക്കെ ഞങ്ങൾ കയറി നിന്നിട്ട് മഴ തോരണത് കാണാനില്ല. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. നല്ല അടിപൊളി മഴ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. മഴയാണെങ്കിൽ നമുക്കിങ്ങനെ ആ ഒരു വൈബിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നല്ല മഴ കേട്ടോ. അപ്പോൾ ജീപ്പിലാണ് പോയോണ്ടിരിക്കണത്. നിറച്ച് ചോർച്ചയാണ് ഗൈസ്, ജീപ്പായ കാരണം കൊണ്ട് പറയല്ല, നിറച്ച് ചോർച്ചയാണ്. അകത്തിരിക്കണവർക്ക് മഴ സുഖമായി കൊള്ളാം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഫുഡായിട്ട് ഉച്ചക്ക് ബിരിയാണി ഉണ്ടായിരുന്നല്ലോ, അതും ഉണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ ഷവർമ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷവർമ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് കഴിക്കലില്ല, ഷവർമയും മന്തിയൊന്നും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇങ്ങനെ ഇരിക്കുന്ന സമയമായ കാരണം കൊണ്ടും പിന്നെ മയോണൈസിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത് ആരൊക്കെ മരിച്ചിട്ട് അതിന് ശേഷം എന്തോ ഒരു പേടി ഷവർമ ഒക്കെ കഴിക്കാൻ. അങ്ങനെ എല്ലാവരും കൂടെ വട്ടം വളഞ്ഞിരുന്നിട്ട് ഇതാ ഫുഡ് അടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ വട്ടം വളഞ്ഞിരുന്ന് ടി വിയും കണ്ട് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയല്ലേ, ഓരോ നോനിയും വെച്ചിട്ടൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.